بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآله الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبنا عليهم إلا ابتغاء رضوان صدق الله مولانا العظيم قال رسول الله صلى الله عليه وسلم من أحدث في أمرنا هذا ما ليس منه فهو رد صدق رسول الله ബഹുമാനമുള്ള ഉസ്താദുമാർ, സാദാത്തുക്കൾ, ആലിമീങ്ങൾ, മുതഅല്ലിമീൻ, മൂന്ന് വിഷയങ്ങളാണ് വളരെ ചുരുക്കിയ അരമണിക്കൂർ കൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിദ്അത്ത് എന്ന വിഷയം കാട് കയറി ഇസ്ലാമിലെ മിക്ക ആചാരങ്ങളും ബിദ്അത്തായി മുജാഹിദ് ചിത്രീകരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ഇപ്പോൾ മുജാഹിദിൻ്റെ 2 സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പ്രധാനമായും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശിർക്കും ബിദ്അത്തുമാണ്. ശിർക്കിലേക്ക് ഇപ്പോൾ കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാം മതം എന്നൊരു വിഷയമുള്ളതുകൊണ്ട് 2 വാക്ക്. ശിർക്കിനിപ്പോൾ പുതുതായി നൽകുന്ന നിർവചനം നേരത്തെ ഉമർ മൗലവി നൽകിയതും അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ കാണാം. എന്തെങ്കിലും ഒരു സൃഷ്ടിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു പുണ്യകർമ്മം ഒരാൾ ചെയ്താൽ അത് ശിർക്കാണെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉമർ മൗലവി എഴുതിയത് അയാൾ ഓർമ്മക്കുറിപ്പിലുണ്ട്. സൃഷ്ടികളെ ബഹുമാനിച്ചുകൊണ്ട് പുണ്യകർമ്മം ചെയ്താൽ അത് ശിർക്കാണ്. സത്യത്തിൽ ഇത് 100% തെറ്റാണ്. ഇസ്ലാമിലെ ആചാരങ്ങൾ പരിശോധിക്കുമ്പോൾ ഏത് കർമ്മവും ഏത് പുണ്യകർമ്മവും മഹാന്മാരായ ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് നൽകാനാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ശിർക്കാണെങ്കിൽ ലോകത്ത് ശിർക്കല്ലാത്തൊരു ഇബാദത്തുണ്ടാവില്ല. ഉദാഹരണം 1 മാത്രം പറയുന്നു. ഇപ്പം അടുത്ത് വരുന്ന മുഹറം 10 അതൊരു ഇബാദത്താ, തർക്കല്ല. നോമ്പ് ഇബാദത്താ. ഈ നോമ്പിനെ സംബന്ധിച്ച് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് തഅളീമൻ ലഹു, മൂസാ നബി അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചുകൊണ്ട് നോമ്പ് നോൽക്കണമെന്ന. അപ്പൊ ഇവരുടെ വാദപ്രകാരം സൃഷ്ടികളെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന പുണ്യകർമ്മം ശിർക്കാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചുകൊണ്ട് നോമ്പ് നോൽക്കാൻ പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യാൻ ലോകത്തോട് ഉപദേശിച്ചു അല്ലെങ്കിൽ പ്രേരിപ്പിച്ചു എന്ന് വരും. അത് തെറ്റാ. ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഓർപ്പെടുത്തിയതാണ്. മുഴുവൻ ഇബാദത്തുകളും പരിശോധിച്ചാൽ അവിടെയൊക്കെ മഹാന്മാരെ ബഹുമാനിക്കുക എന്നൊരു ഭാഗം ഉണ്ട്. ഒരു കുട്ടിക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാറുകയാണ്. രണ്ടാമത്തത് ബിദ്അത്ത്. ബിദ്അത്ത് എന്ന പേരിൽ ഇസ്ലാമിൻ്റെ 60% ഇവർ തള്ളുകയാണ്. നേരത്തെ ചേകനൂർ മൗലവി ഖുർആൻ എന്ന പേരും പറഞ്ഞിട്ട് ഇസ്ലാമിലെ 99% തള്ളിയിട്ടുണ്ട്. ഇപ്പൊ ബിദ്അത്ത് എന്ന പേരിൽ ഇസ്ലാമിലെ പല കർമ്മങ്ങളും തള്ളിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ ചിന്തിക്കണം. എന്താണ് ഈ ബിദ്അത്ത്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു വഹുവ റദ്ദ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് ഹദീസ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ മാ ലൈസ മിൻഹു, ഇതിൽ പെടാത്തൊരു കാര്യം. എന്തിനാണ് ഈ ഒരു ഉപാധി അല്ലാഹുവിൻ്റെ റസൂൽ വെച്ചത്? നേർക്ക് നേരെ പറഞ്ഞാൽ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ ഫഹുവ റദ്ദുൻ. ഈ വിഷയത്തിൽ പരിശുദ്ധ ഇസ്ലാമിൽ പുതിയത് ആരെങ്കിലും കൊണ്ടുവന്നാൽ തള്ളണമെന്ന് പറഞ്ഞാൽ മതി. അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു, ഇതിലില്ലാത്തൊരു കാര്യം പുതുതായി കൊണ്ടുവന്നാലെന്നാ. അപ്പൊ പുതുതായി കൊണ്ടുവരുന്ന വിഷയങ്ങൾ 2 ബിദ്അത്തിന്റെ നിർവചനമൊക്കെ ഞാനത് വിശദീകരിക്കല്ല. ബിദ്അത്ത് എന്ന് പറയുന്നത് അഥവാ പുതുതായി കൊണ്ടുവരുന്ന കാര്യം 2 വിഷയമുണ്ട്. ഒന്ന് ഇതിലുള്ളത്, മറ്റൊന്ന് ഇതിലില്ലാത്തത്.
ഉള്ളത് കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതല്ല, അതിൻ്റെ നേരെ എതിര് സ്വീകരിക്കേണ്ടതാ. ഇല്ലാത്തത് കൊണ്ടുവന്നാൽ പോറത്തുൻ തള്ളേണ്ടതാണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഇത് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് തൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മനാഖിബു ശാഫിഈയിലാണ് ഈ ഭാഗത്തുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽ മുഹ്ദസാത്തു മിനൽ ഉമൂരി ലർബാനി. പുതിയത്, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ്, പുതിയത് രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന്, മാ ഹദസ യുഹാരിബു കിതാബൻ ഔ സുന്നത്തൻ ഔ അസറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹിൽ ബിദ്അത്തുൽ ളലാല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിൽ ഇല്ലാത്തത് പുതുതാക്കുക എന്നാ പറഞ്ഞത്. ആ ബിദ്അത്താണ് നമ്മുടെ മദ്മൂമായ അല്ലെങ്കിൽ ആക്ഷേപാർഹമായ അല്ലെങ്കിൽ തള്ളപ്പെടേണ്ട ബിദ്അത്ത്. അത് ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് വിശദീകരിച്ച് നോക്ക് നിങ്ങൾ. കിതാബിനോടെതിരായത്, സുന്നത്തിനോടെതിരായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫീലും ഖൗലും തക്രീറും അതിൽപ്പെട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവൃത്തിയും അവിടുത്തെ അംഗീകാരവും അവിടുത്തെ വാക്കും പെട്ട് ഇതാണല്ലോ സുന്നത്ത്. ഇതിനോടെതിരായത്. മൂന്നാമത്തത് ഔ അസറൻ, സ്വഹാബത്തിന്റെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ഇതിന് എതിരായത്. നാലാമത്തത് ഇജ്മാഇനോടെതിരായത്. ഫഹാദിഹിൽ ബിദ്അത്തുൽ ളലാല, ഇതാണ് വലാലിയായ ബിദ്അത്ത്, പിഴച്ച ബിദ്അത്ത്. എന്നിട്ട് ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് പറഞ്ഞു, വസാനിയത്തു, രണ്ടാമത്തത്, മാ ഹദസ മിനൽ ഖൈരി ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിൻ ഹാദാ. ഈ പറഞ്ഞ നാലിനോടും എതിരല്ലാതെ ഹൈറായ ഒരു കാര്യം ഒരാൾ പുതുതാക്കിയാൽ അതൊരിക്കലും മദ്മൂമത്തായ ബിദ്അത്ത് അല്ല, മഖ്ബൂലത്തായ ബിദ്അത്താണ്, മർദൂദത്ത് അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു, ഇല്ലാത്തതൊരാൾ പുതുതാക്കിയാൽ അതാണ് തള്ളപ്പെടേണ്ടത്, ഉള്ളത് തള്ളപ്പെടേണ്ടതല്ല, അംഗീകരിക്കപ്പെടേണ്ടതാ. ഇതിന് ഹദീസ് തെളിവ് പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ, ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഒരർത്ഥത്തിൽ അത് ബിദ്അത്ത് തന്നെയല്ല, അത് സുന്നത്താണ്. പുതിയത് എന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് ബിദ്അത്ത് എന്ന് പേര് പറയാമെങ്കിലും അത് സുന്നത്താണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ സുന്നത്ത് നിങ്ങൾ സ്വീകരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ചര്യ സ്വീകരിക്കണം എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. മഹാന്മാരായ സ്വഹാബത്തിന്റെ അല്ലെങ്കിൽ ഖുലഫാഉൽ അർബഅത്തിന്റെ സുന്നത്തും നിങ്ങൾ സ്വീകരിക്കണം. ഇത് ആരം റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് വളരെ വ്യക്തമായി അത് തള്ളപ്പെടേണ്ടതല്ല, ഒട്ടുമുക്കാലും പരിശോധിച്ചാൽ അത് സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഹുബൈബ് റളിയല്ലാഹു തആല നിസ്കാരത്തെ വിശദീകരിച്ചു. ഹുബൈബ് റളിയല്ലാഹു തആല ഊക്കുമലത്തിലേറ്റപ്പെടുന്ന സമയത്ത്, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിങ്ങൾക്ക് പരിചയമുണ്ടാകും, കൊല ചെയ്യപ്പെടുന്ന സമയം മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല എനിക്കൊരു അവസരം തരണം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ. ഇത് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പഠിപ്പിച്ചതല്ല, നേർക്ക് നേരെ അല്ലാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഹുബൈബ് റളിയല്ലാഹു തആല 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഈ സംഭവത്തെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തിയത് എന്താ? അവ്വലു മൻ സന്ന, ഇവിടെ കൊലക്കയറിന്റെ മുമ്പിൽ, കൊലയുടെ മുമ്പിൽ ആദ്യമായി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ചര്യയാക്കിയത്, സുന്നത്താക്കിയത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവ്വലു മൻ സന്ന എന്ന, അവ്വലു മൻ ആദ്യമായി ബിദ്അത്ത് തുടങ്ങിയത് എന്നല്ല. ഈ പുതിയ ആചാരത്തെ സംബന്ധിച്ച ബിദ്അത്ത് എന്ന് പേര് പറയുമെങ്കിൽ തന്നെയും അത് സുന്നത്താണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്തു അവ്വലു മൻ സന്ന, ആദ്യമായി ഇത് ചര്യയാക്കിയത് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ബിദ്അത്ത് എന്ന് പറഞ്ഞ് ഖുർആനും ഹദീസും ഇല്ലാത്തതൊക്കെ ബിദ്അത്താണ് എന്ന മുജാഹിദിന്റെ തെറ്റായ വാദത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ഇമാമുന ശാഫി പോലത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും
ബഹുമാനപ്പെട്ട സ്വഹാബത്തും ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഖുർആനിലും സുന്നത്തിലും കാണുന്നില്ലെങ്കിലും ഇജ്മാഇന്റെയും അസറിന്റെയും സഹായത്തോടെ ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇന്ന് മുജാഹിദുകൾ പോലും വാദപ്രകാരം നടക്കുന്ന സമയത്ത് വ്യവസ്ഥ എഴുതും, നടക്കാറില്ലെങ്കിലും എന്താണ് ആ വ്യവസ്ഥയിൽ പറയാറുള്ളത്? ഒന്ന് ഖുർആൻ, രണ്ടാമത്തത് സുന്നത്ത്, മൂന്നാമത്തത് ഇജ്മാഅ്, നാലാമത്തെ ഖിയാസ് എന്ന. ഇതൊരിക്കലും ബിദ്അത്തായി തള്ളപ്പെടാൻ പറ്റുന്നതല്ല. ഖിയാസ് ജലീ മുഴുവൻ ഉലമാഉം ഏകകണ്ഠമായി അംഗീകരിച്ച അതൊരു കുട്ടിക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. ഖുർആനിൽ നേർക്ക് നേരെ ഇല്ല, ഹദീസിൽ നേർക്ക് നേരെ ഇല്ല. പക്ഷേ ഖുർആൻ തൊട്ടും ഹദീസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളോട് തുലനം ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്ന വിഷയമാണ് ഈ ഖിയാസ്. അപ്പൊ ഖിയാസ് വാർത്തത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പദത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പലപ്പോഴും സ്റ്റേജുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇല്ലാത്തത് കൊണ്ട്, ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ട് ബിദ്അത്താണ്, അനാചാരമാണെന്ന മുറവിളിയാണ്. ഇതിൽ നമ്മൾ പലപ്പോഴും പെട്ടുപോകുന്ന വസ്തുത മനസ്സിലാക്കണം. ഇനി ഒന്നുകൂടി ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഇത് സമുദായത്തിൽ മാത്രമല്ല, കഴിഞ്ഞുപോയ സമുദായത്തിലും ഖുർആൻ അംഗീകരിച്ചതാണ്. നസാറാക്കളെ സംബന്ധിച്ച ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിച്ചപ്പോൾ അവിടെ ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന തബഉഹു റഅഫതൻ വറഹ്മതൻ വറഹ്ബാനിയതൻ ഇബ്തദഉഹാ. അവർ സ്വന്തമായി നിർമ്മിച്ച റുഹ്ബാനിയത്ത്. നസാറാക്കൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ, നേരത്തെ കഴിഞ്ഞു പോയ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തെയാണ് ഖുർആൻ പരാമർശിക്കുന്നത്. അവർ സ്വന്തമായി ഉണ്ടാക്കിയ റഹ്ബാനിയത്ത് അല്ലാഹു പറഞ്ഞു, നമ്മൾ അവരെ മേൽ അത് നിർബന്ധമാക്കിയിരുന്നില്ല, അവർ സ്വന്തം സ്വീകരിച്ചതാണത്. ഇത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, അക്കാലത്തുള്ള ആളുകൾ അത് വേണ്ടതുപോലെ പൂർത്തീകരിച്ചു. ഈസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അത് കൃത്യമായി പാലിച്ചു, അത് സ്വീകരിച്ചു. ഇതിനെ അള്ളാഹു പ്രശംസിക്കുകയാ. പടച്ചതമ്പുരാൻ നേരിട്ട് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും അവർ സ്വയം സ്വീകരിച്ചതായ റഹ്ബാനിയത്തിനെ ഖുർആൻ അംഗീകരിച്ചോ. ഈ അംഗീകരിച്ച ആളുകളെ ശേഷം പിൽക്കാലത്ത് വന്നവർ അത് ക്രമക്കേടാക്കി, അതതിൻ്റെ മുറപ്രകാരം പാലിച്ചില്ല, അവരെ അല്ലാഹു ആക്ഷേപിക്കുകയും ചെയ്തു. അപ്പൊ നോക്ക് നിങ്ങൾ, കഴിഞ്ഞ സമുദായത്തിൽ പോലും ബിദ്അത്തുകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ സ്വയം ബിദ്അത്തുകൾ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി കൽപ്പിക്കാതെ അമ്പിയാക്കന്മാരെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ സമുദായങ്ങൾ സ്വന്തമായി നിർമ്മിച്ച ബിദ്അത്ത്, ഇതിനെ പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു. പക്ഷേ അവിടെ ഉണ്ടായ ഒരു അപകടം, ശേഷമുള്ള ആളുകൾ വേണ്ടതുപോലെ അത് പരിഗണിച്ചില്ല. നിങ്ങൾ പരിശോധിച്ചോ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹ്റുദ്ദീൻ റാജി തന്റെ തഫ്സീറിൽ എഴുതിയത്, സ്വാലിഹീങ്ങൾ മിൻ ഖൗമി ഈസാ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൗമിൽപ്പെട്ട സ്വാലിഹീങ്ങൾ അവർ ഈ റഹ്ബാനിയത്തിനെ സ്വീകരിച്ചു, അവരുണ്ടാക്കി. വങ്കറലു അലിഹ, അത് കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ അവർ മരിച്ചുപോയി. സുമ്മജാ ബഅദഹും, പിന്നെ അവരെ ശേഷം ഖൗമുൻ, ഒരു സമൂഹം വന്നു. ഇഖ്തദു ബിഹിം ഫിൽ ലിസാൻ, ശേഷം വന്നവർ മുൻകാലക്കാരോട് ഭാഷയിൽ തുടർന്നു, നാവിൽ തുടർന്നു. വമാ കാനൂ മുഖ്തദീന ബിഹിം ഫിൽ അമലി, പ്രവർത്തനത്തിൽ അവരോട് തുടർന്നില്ല. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വന്ന ആളുകൾ വേണ്ടതുപോലെ അത് പരിഗണിച്ച് പൂർത്തീകരിച്ചിട്ടില്ല. കഴിഞ്ഞ സമുദായങ്ങളിൽ പോലും മഹാന്മാരായ ആളുകൾ ആ പ്രവാചകന്മാരെ ചര്യയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവർ സ്ഥാപിച്ച റുഹ്ബാനിയത്തിനെ തന്നെ അവർ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരെ മദ്ഹ് ചെയ്തു. പിൽക്കാലക്കാർ തള്ളിയപ്പോൾ അല്ലാഹു അതിനെ ആക്ഷേപിക്കുകയും ചെയ്തു. ഈ കഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. CN അഹ്മദ് മൗലവിന്റെ ഖുർആൻ പരിഭാഷയിൽ പോലും എഴുതി. അയാൾ ഒരു പരിഷ്കരിച്ച മനുഷ്യനാ. അയാൾ പറഞ്ഞു, റഹ്ബാനിയത്ത് അല്ലാഹു കൽപ്പിച്ചിട്ടില്ല, അതൊരു സന്യാസി മതമാണ്.
പക്ഷേ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളെ അത് പുതുതായി ഉണ്ടാക്കി. അവരെ അള്ളാഹു പ്രശംസിച്ചു. CN അഹ്മദ് മൗലവി എഴുതിയതാ. അവരെ അള്ളാഹു പ്രശംസിച്ചു. സന്യാസി മതം വേണ്ടതുപോലെ അവർ കൈകാര്യം ചെയ്തു, അവർ സ്വീകരിച്ചോ. ശേഷം വന്ന ആളുകള് അവരുണ്ടാക്കിയ ഈ സന്യാസി ജീവിതത്തില് തകരാറുകൾ സൃഷ്ടിച്ചോ. ഇതിനെ ഖുർആൻ ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്വന്തമായി നിർമ്മിച്ച ഈ സന്യാസി ജീവിതത്തെ ഖുർആൻ പ്രശംസിക്കുകയും പിൽക്കാലത്തുള്ള ആളുകൾ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാത്തതുകൊണ്ട്, ശ്രദ്ധിക്കാത്തതുകൊണ്ട്, പ്രവർത്തിക്കാത്തതുകൊണ്ട് അള്ളാഹു ആക്ഷേപിക്കുകയും ചെയ്തു എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുജാഹിദിനേക്കാൾ കടുപ്പമുള്ള ജമാഅത്തെ ഇസ്ലാമിനേക്കാൾ പരിഷ്കരിച്ച CN അഹ്മദ് മൗലവി പോലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഇമാം ഷാഫിയും അയിമ്മത്തുകളും പറഞ്ഞതാ, മുഹമ്മദ് നബി പഠിപ്പിച്ചതും അതാ. ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഖുലഫാഉൽ അർബഅത്ത് സ്വീകരിച്ച ചര്യ രണ്ടും ഇസ്ലാമികമാണ്, രണ്ടും ഇസ്ലാമിൽ സ്വീകരിക്കപ്പെടേണ്ടതാണ്. അത് തള്ളപ്പെടുന്ന വിദഅത്തല്ല. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സൂചിപ്പിച്ചിട്ടുള്ളത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൽ. ഇതിലില്ലാത്തത് ഖുർആനോട് എതിരായത്, അതല്ലെങ്കിൽ സുന്നത്തിനോട് എതിരായത്, അതല്ലെങ്കിൽ സഹാബത്തിന്റെ അസറിനോട് എതിരായതോ, അല്ലെങ്കിൽ ഇജ്മാഇനോട് എതിരായതോ, അതാണ് വർജിക്കപ്പെടേണ്ട വിദഅത്ത്. ഇതൊന്നുകൂടി വിശദീകരിച്ചോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി. നോക്ക് നിങ്ങൾ, ഇബ്നു ഹജറുൽ ഹൈതമി 10ാം വാല്യം 235 പേജിൽ പറഞ്ഞു, മുബ്തദി എന്ന് പറഞ്ഞാൽ ആരാ? പിഴച്ച മുബ്തദി. ആ മുബ്തദീനെ നമ്മൾ സ്വീകരിക്കേണ്ട രീതിയും ആ മുബ്തദിനോട് നമ്മൾ കാണിക്കേണ്ട മുവാലാത്തുകളും വിശദീകരിക്കുകയാണ് ഇബ്നു ഹജർ തങ്ങൾ. ആ സ്ഥലത്ത് മുബ്തദീനെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ വിശദീകരിക്കുന്നു. ആരാ? മൻ ഖാലഫ ഫിൽ അഖായിദി മാ അലൈഹി അഹ്ലുസ് സുന്നത്തി. സുന്നത്തി ജമാഅത്തിന്റെ അഹ്ല് ഏതൊരു പ്രസ്ഥാനത്തിന്റെ പേരിലാണോ ആ സുന്നത്തി ജമാഅത്തിന്റെ അഹ്ലുകാരുടെ വിശ്വാസത്തിൽ എതിരായവരാണ്. ഏതാണ് ഈ അഹ്ലു സുന്നത്ത്? മിമ്മാ കാന അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആചാരം, വിശ്വാസം. രണ്ടാമത്തതോ അസ്ഹാബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അസ്ഹാബിന്റെ വിശ്വാസം. വമൻ ബഅദഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അസ്ഹാബിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ശേഷമുള്ള താബിഈങ്ങളെ വിശ്വാസം. ഈ ശേഷമുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം വൽ മുറാദു ബിഹിം ഫിൽ അസ്മിനത്തിൽ മുതഅഖിറത്തി, പിൽക്കാലത്തുണ്ടായ ആളുകളാണ്. ഇമാമുഹ, ആ വിഭാഗത്തിന്റെ ഇമാമ് അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ലാ. രണ്ടാമത്തത് അബൂ മൻസൂറുൽ മാതുരിദി റഹ്മഹുല്ലാ. ഈ രണ്ട് മഹാന്മാര് ഉൾക്കൊണ്ട വിശ്വാസം, അവരെ അംഗീകരിച്ച മഹത്തുക്കൾ ഉൾക്കൊണ്ട വിശ്വാസം, ഈ വിശ്വാസത്തിൽ എതിരായവർക്കാണ് ശറഅല പടച്ച മുബ്തദി എന്ന് പറയുന്നത്. ഇബ്നു ഹജർ ഹൈതമി തന്റെ തുഹഫന്റെ 10ാം വാല്യം 235 അയിമ്മത്തുകൾ കണ്ടതാ. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ഇമാമിങ്ങൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ എതിരിലുള്ള, ആ വിശ്വാസത്തിന്റെ എതിരിൽ ആരെല്ലാം ഉണ്ടോ അതാണ് മുബ്തദി. കാരണം മുബ്തദി എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വാസത്തിലുള്ള വൈകല്യങ്ങളാണ്, പ്രവർത്തനത്തിൽ മാത്രമല്ല വിശ്വാസത്തിലാണ് മുബ്തദി. ആ വിശ്വാസത്തിലുള്ള മുബ്തദീനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി ഈ കാര്യം വിശദീകരിച്ചോ. തുടർന്ന് അങ്ങോട്ട് ഇബ്നു ഹജർ ഹൈതമി വിശദീകരിച്ചോ ഈ വിദ്യാത്തിന്റെ ആളുകളുമായി വർത്തിക്കേണ്ട കാര്യങ്ങൾ. എത്രത്തോളം ഒറ്റ വാക്ക് ഓർമ്മപ്പെടുത്തുകയാ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞത്. നോക്ക് നിങ്ങൾ, ഒരൊറ്റ കാര്യം, നാട്ടിൽ മഴയില്ല, വളരെ വിഷമത്തിലാണ്, മഴനെ തേടി നിസ്കാരമുണ്ട്, ഇസ്തിസ്കാ. ഈ ഇസ്തിസ്കാ നിസ്കാരത്തിന് വേണ്ടി നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ആവശ്യപ്പെട്ടു അവിടുത്തെ ഭരണാധികാരിയോട്, മുസ്ലിം ഭരണാധികാരിയോടാ. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ ഭരണാധികാരിക്ക് അമുസ്ലിമീങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഇസ്തിസ്കാ നടത്തൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. അതേ സമയത്ത് അവിടുത്തെ ബിദ്അത്തിന്റെ ആളുകളാണ് ആവശ്യപ്പെട്ടത്, എങ്കിൽ ഇസ്തിസ്കാ നിസ്കാരം നടത്താൻ പാടില്ല.
തർക്കുൽ മവാലാത്തിന്റെ ഒരു സൂചന മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. ബിദ്അത്തിന്റെ അഹ്ലുകാരെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്കും വിശ്വാസത്തിലും സ്വഹാബത്തിന്റെ വിശ്വാസത്തിലും ശേഷം വന്ന അയിമ്മത്തിന്റെ അബുൽ ഹസൻ അശ്അരിയും അബൂ മൻസൂറുൽ മാതുരിദിയും അടക്കമുള്ള മഹാന്മാരെ വിശ്വാസത്തിന് എതിരായവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ എതിരിൽ വർത്തിക്കുന്ന ഈ മുബ്തദികളാ ഇസ്തിസ്ഖാഇന് വേണ്ടി നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടാൽ പോലും ഇമാം അത് സ്വീകരിക്കാൻ പാടില്ല, മറിച്ച് ഇസ്ലാമിന്റെ പുറത്തുള്ള അമുസ്ലിമീങ്ങളാണ് ആവശ്യപ്പെടുന്നെങ്കിൽ സ്വീകരിക്കണം. ഇത് ശരവാനി വിശദീകരിച്ചുകൊണ്ട് ഒരു സംശയം അവിടെ പരിഹരിച്ചു. വലായുതവഹമു മിൻ ദാലിക, ഇതൊന്നും ആരും ധരിക്കേണ്ടതില്ല. ഇം ഫഅൽന, ആരും ധരിക്കുകയില്ല. ഇം ഫഅൽന ദാലിക ലിഹുസ്നി ഹാലിഹിം, അവിരീങ്ങളായ മുസ്ലിമീങ്ങളായ അവിശ്വാസികളായിരിക്കുന്ന ആളുകൾ അവരെ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ഇസ്തിസ്ഖാ നടത്തിയാൽ അവരെ ആവശ്യം നമ്മൾ പരിഗണിക്കുമ്പോൾ അവർ നല്ലവരാണെന്നൊരു ധാരണ വരികയില്ലേ? ഇല്ല, അതെല്ലാവർക്കും അറിയാം അവർ മുസ്ലിമീങ്ങൾ തന്നെയാ. ലിഅന്ന കുഫ്റഹും മുഹഖഖും മഅലൂമൻ, അതുകൊണ്ട് അവരെ കുഫ്ർ എല്ലാവരും അംഗീകരിച്ചതാണ്, ഉറപ്പാണ്, അവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ എന്തുകൊണ്ട് അവർക്ക് നമ്മൾ ഇജാബത്ത് ചെയ്തു? അത് അലർ റഹ്മത്തി ബിഹിം മിൻ ഹൈസു, അവരോടുള്ളൊരു സ്നേഹം മാത്രം പരിഗണിച്ചുകൊണ്ടാ. കാരണം അവര് ജീവനുള്ള ആളുകളല്ലേ. മൃഗങ്ങളെ പോലും പങ്കെടുപ്പിക്കണമെന്നാണല്ലോ മറ്റൊരു സ്ഥലത്ത് ഇസ്തിസ്ഖാഇനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്. ആ ഒരു കാരുണ്യം മാത്രമേ അവിടെ ലക്ഷ്യമുള്ളൂ. അവരോടുള്ള സ്നേഹമോ അവരോട് പ്രത്യേകമായി കാണുന്ന കൃപയോ ഇനി അവരെ പ്രവർത്തനം നല്ലതാണെന്ന ധാരണയോ വെച്ചുകൊണ്ടല്ല. ബിഖിലാഫിൽ മുബ്തദിഅത്തിന്റെ ആവശ്യപ്രകാരം നമ്മൾ മയക്ക് തേടി ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം നിർവഹിച്ചാൽ ഈ ബിദ്അത്തിന്റെ ആളുകൾ നല്ലവരാണെന്നൊരു ധാരണ വരും. സംശയത്തിന് അവിടെ പഴുതുണ്ട്, സന്ദർഭമുണ്ട്, അതുകൊണ്ട് പാടില്ല. ഞാൻ അതിൻ്റെ ഒരൊറ്റ ഉദാഹരണം ഓർമ്മപ്പെടുത്തിയതാ. ഒന്ന്, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് സത്യത്തിൽ ഹദീസിൽ പറയാത്തൊക്കെ ബിദ്അത്താണെന്ന മുജാഹിദിന് ജമാഅത്തിന് വാദം തെറ്റാ. അത് വളരെ വിപുലമാണ്, വിശാലമാണ്. അതാണ് ഹദീസുൽ റസൂൽ പഠിപ്പിച്ചത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഈ രണ്ട് ഹദീസിലൂടെയും ഈ ഹസനത്ത് അല്ലെങ്കിൽ ബിദ്അത്ത് മുൻകറത്ത് എന്ന് പറയുന്നത് വളരെ അപ്പുറത്താണുള്ളത്. ബിദ്അത്ത് എന്ന് പേര് പറയാമെങ്കിൽ തന്നെയും ഒട്ടുമുക്കാലും ഈ സഹാബത്തിന്റെ ആചാരങ്ങളോട് യോജിക്കുകയാണെങ്കിൽ, ഖുർആനോടോ സുന്നത്തിനോടോ ഇജ്മാഇനോടോ യോജിക്കുകയാണെങ്കിൽ അത് അർത്ഥത്തിൽ ബിദ്അത്ത് അല്ല, സയ്യത്തായ ബിദ്അത്ത് അല്ല, ഹസനത്തായ ബിദ്അത്ത് ആണ്, അല്ലെങ്കിൽ സുന്നത്താണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് മുബ്തദി എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ഹൈതമി തുടങ്ങിയ മഹാരഥന്മാർ പറഞ്ഞു, ഈ രണ്ട് തരീഖത്ത് മഹാനായ അബുൽ ഹസൻ അൽ അശ്അരി തങ്ങളുടെയും അബൂ മൻസൂർ മാതുരി തങ്ങളുടെയും തരീഖത്ത് അല്ലെങ്കിൽ ആ വിശ്വാസം സുന്നത്തമായത്തിന്റെ അടിത്തറ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ അവരാണ് ഈ രൂപത്തിൽ പുതുതായ രീതികൾ കൊണ്ടുവന്നത്. നേരത്തെ ഉള്ള സുന്നത്തമായത്ത് അന്ന് തുടങ്ങിയെന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ വിദഈ കക്ഷികൾ രംഗത്ത് വന്നപ്പോൾ എതിരിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് അവരായതുകൊണ്ടാണ് അവിടെ നിന്ന് തുടക്കമെന്ന് പറയുന്നത്. തുടക്കം അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തന്നെയാ. അതാണ് ആ യാഥാർത്ഥ്യം കളങ്കപ്പെടുത്താൻ പലരും ശ്രമിച്ചപ്പോൾ അതിൻ്റെ എതിരിൽ വെട്ടിത്തുറന്ന് പ്രവർത്തിച്ചവരായിരുന്നു അബുൽ ഹസൻ അശ്അരിയും അബൂ മൻസൂർ മാതുരിദിയും. ആ മഹാന്മാരുടെ വിശ്വാസത്തിനെതിരായതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ആ ബിദ്അത്തിന്റെ ആളുകളെ മടക്ക് വേണ്ടിയുള്ള നിസ്കാരം ആവശ്യപ്പെട്ടാൽ പോലും നമുക്ക് ഉത്തരം ചെയ്യാൻ നിർവാഹമില്ല. അവർ ആ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഇസ്തിസ്ഖാ നടത്താൻ പാടില്ല. കാരണം അവരെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണ മനുഷ്യ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകുമെന്നതാണ് കാരണം. ബാക്കി നിങ്ങൾ ചിന്തിച്ചോ, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മയ്യത്ത് നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിലും തുടർന്ന് നിസ്കരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇസ്ലാമിലെ ഏത് കാര്യങ്ങളാണെങ്കിലും ആ തറക്കുൽ മവാലാത്ത് തുഹഫ വളരെ വ്യക്തമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി. ഫാസിക്കിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കൽ കറാഹത്തുണ്ട്. പക്ഷേ ഫാസിക്കിനെ പോലല്ല മുബ്തദി. ഫാസിക്കും മുബ്തദിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തുഹഫയിൽ 2-ാം വാല്യം 294-ാമത്തെ പേജിൽ ഫാസിക്കിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല.
അതേപോലെ മുബത്തദീന്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ മുബത്തദി അശദ്ദു ലിഅന്ന ഇഅ്തിഖാദഹു ലാ യുഫാരിഖുഹു. വിശ്വാസത്തിലാണല്ലോ മുബത്തദി ആകുന്നത്, വിശ്വാസം ഒരിക്കലും അവന് വിട്ടുപിരിയുന്നില്ല. അതുകൊണ്ട് ഫാസിക്കിന്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല, അത് കറാഹത്താണെങ്കിൽ തന്നെയും മുബത്തദീന്റെ പിന്നിൽ അതിനേക്കാൾ കടുപ്പമാണ്, നിസ്കരിക്കാൻ പറ്റില്ല, അശദ്ദാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി. നിങ്ങൾ ചിന്തിച്ചോ, ശറഹ് മുഹഫദ് പരിശോധിച്ചാൽ കാണാം, പള്ളിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ ജീവിക്കുന്ന ഇമാം ഇല്ല, മുബത്തദി മാത്രമേ ആ മഹല്ലത്തിലുള്ളൂ. എന്നാൽ പോലും മുബത്തദീന്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല. വൽഇഖ്തിദാഉ ബിഹി വഇല്ലം യൂജദ് ഗൈറുഹു കൽ ഫാസിഖി ബൽ ഔലാ. ശറഹ് മുഹഫദിന്റെ നാട്ടിൽ വേറെ ഇല്ല, അല്ലെങ്കിൽ കോഴിക്കോട് പട്ടണത്തിൽ ചെന്നപ്പോൾ അവരെ പള്ളിയല്ലാതെ ഇല്ല, ഏതെങ്കിലും ഒരു മഹല്ലത്തിലെത്തുമ്പോൾ അവരെ പള്ളിയല്ല അവിടെ കാണുന്നില്ല. എന്നിരുന്നാൽ പോലും ഒറ്റക്ക് നിസ്കരിക്കുകയല്ലാതെ അവരെ പിന്നിൽ തുടരാൻ പാടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ വ്യക്തമായിട്ട് മറ്റ് ആളുകൾ ഇല്ലെങ്കിൽ തന്നെയും സുന്നത്ത് ജമാഅത്തിന്റെ ഇമാം ഇല്ലെങ്കിൽ പോലും ഈ മുബത്തദീനെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ചുരുക്കുന്നു, ബിദ്അത്ത് എന്ന് പറഞ്ഞത് മുജാഹിദ് പ്രചരിപ്പിക്കുന്നത് പോലെ ഖുർആനും സുന്നത്തിന്റെ എതിരെയുള്ളതൊക്കെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് വ്യക്തമായി തെളിയാത്തത് മുഴുവനും ബിദ്അത്താന്നുള്ളതാണ്, ശരിയല്ല. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇമാം ശാഫിയെ പോലത്തെ അയിമ്മത്തുകൾ മുഴുവനും പറഞ്ഞു ഖുർആനോടെതിരായത്, സുന്നത്തിനോടെതിരായത് അവിടെ നിർത്തിയിട്ടില്ല. അസറ് സ്വഹാബത്തിന്റെ പ്രവൃത്തിയും സ്വഹാബത്തിന്റെ ചര്യയും സ്വഹാബത്തിന്റെ അംഗീകാരത്തിനും എതിരായതാ, ഇജ്മാഇനെതിരായത്. ഇത് മാത്രമേ ബിദ്അത്താവുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ അടിസ്ഥാനത്തിൽ മഹാന്മാരായ അയിമ്മത്തുൽ വിവരിച്ചു തന്നിട്ടുണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ. അവര് പഠിപ്പിക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ നേരത്തെ ഇല്ലാത്തൊരു പുതിയ ആചാരം, അത് സൃഷ്ടിക്കാൻ ഇത് വെച്ചുകൊണ്ട്, ഈ പഴുത് വെച്ചുകൊണ്ട് നമ്മൾ ശ്രമിക്കാൻ പാടില്ല. ഇപ്പൊ ഓരോരുത്തർക്ക് തോന്നി ഓരോരുത്തർ സൃഷ്ടിക്കുക, ഓരോരുത്തർക്ക് തോന്നി ഓരോരുത്തർ ഉണ്ടാക്കുകയാണ്. ഇത് ശരിയല്ല. മഹാന്മാര് ആ ബിദ്അത്തും സുന്നത്തും വേർതിരിച്ച് ഗ്രന്ഥങ്ങൾ മുഴുവനും എഴുതി കഴിഞ്ഞു. ആ ഇമ്മത്തുകൾ ചെയ്തു കഴിഞ്ഞതും പറഞ്ഞതും, അതേപോലെ തന്നെ സലഫുസ്വാലിഹീങ്ങൾ ഇന്നേ വരെ നിലനിർത്തി പോകുന്നതുമായ ആചാരങ്ങള്, ഈ ആചാരങ്ങൾക്കെതിരിൽ ഒരു പുതിയ ആചാരം, ഖുർആനോടും സുന്നത്തിനോടും എതിരല്ലാത്തത്, അസറിനോടും ഇജ്മാഇനോടും എതിരല്ലാത്തത് എന്ന വാല് പിടിച്ചുകൊണ്ട് നമ്മൾ സ്വയമായി ഒന്നും സ്ഥാപിക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ. കാരണം പലരും ഇബാദത്തുകളിൽ തന്നെ ആ രൂപത്തിൽ പലതും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിയല്ല. ആ പട്ടിക മഹാന്മാരായ അയിമ്മത്തുകൾ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഒതുങ്ങി നിൽക്കുക. അവിടെ ഹദീസ് ഇല്ല എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് മഹാന്മാര് കാട്ടിത്തന്ന ഒരു ആചാരം നമ്മൾ കയ്യൊടിക്കാൻ പാടില്ല. ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ. മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അത് മഹാന്മാരായ അയിമ്മത്തുകൾ നമുക്ക് വരച്ച് കാട്ടി തന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടക്കരുത് എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാ. രണ്ടാമത്തെ നിങ്ങൾ ചിന്തിച്ചോക്ക്, അത്രേ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. രണ്ടാമത്തത് തരീഖത്താണ് വിഷയം. അത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നിരുന്നാലും ഒറ്റ കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. തരീഖത്ത് ആവശ്യമാണ്, തരീഖത്ത് വേണം. കാരണം തസവ്വുഫ്, തരീഖത്ത്, ശൈഖ് ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ്, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ചതാ. കാരണം എന്താണ് ഈ തരീഖത്ത്, അല്ലെങ്കിൽ എന്താണ് ഈ ശൈഖ്, എന്താണ് ഈ തസവ്വുഫ്, അത് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ ഇബാറത്ത് മാത്രം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ വലിയാണ് എന്നറിയപ്പെടുന്ന ആരും അതിനെ നിഷേധിക്കുന്നില്ല. പിഴച്ച നൂറുശക്കാരും പിഴച്ച ഈ ആലുവ തരീഖത്തുകാരൊക്കെ അവകാശപ്പെടുന്നത് ഞങ്ങൾ ഖാദിരി തരീഖത്താന്നാ. ഖാദിരി തരീഖത്തിന്റെ ശൈഖ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങള് തന്റെ ഫത്ഹുർ റബ്ബാനിൽ പറഞ്ഞ ഒരൊറ്റ ഇബാറത്ത് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങൾ ചിന്തിച്ചോ, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് ഫത്ഹുർ റബ്ബാനിയുടെ 207-ാമത്തെ പേജില്
തസൗഫിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, സൂഫി എന്ന് പറഞ്ഞാൽ ആരാ? അതിന് തസൗഫിന്റെ തരീഫ് കിട്ടും. സൂഫി എന്ന് പറഞ്ഞാൽ മൻ സഫാ ബാത്തിനുഹു വലാഹിറുഹു ബിമുതാബഅതി കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി. ഈ ശിഖനി വാർത്താണത്. മൻ സഫാ ബാത്തിനുഹു വലാഹിറു, രണ്ട് കാര്യം. ബാത്തിന് മാത്രം ശുദ്ധിയാകലല്ല തരീഖത്ത് അല്ലെങ്കിൽ തസൗഫ്. ആത്മീയ ശുദ്ധി എന്ന് നമ്മൾ പറഞ്ഞാലും ഈ ആത്മീയതോടുകൂടെ ലാഹിറും ശുദ്ധിയാകണം. കാരണം ഇസ്ലാം അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നോക്ക് നിങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ തസ്കിയത്ത് ചെയ്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ തസ്കിയത്ത് കേവലം ബാത്തിനി മാത്രമല്ല, കൽബിൽ മാത്രമല്ല. ശരീരം ശുദ്ധീകരിക്കപ്പെടണം, കൽബ് ശുദ്ധീകരിക്കപ്പെടണം, സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടണം, അഹില് ശുദ്ധീകരിക്കപ്പെടണം, എല്ലാം ശുദ്ധീകരിക്കപ്പെടണം. പക്ഷേ പ്രധാനമായി കൽബിന്റെ ശുദ്ധീകരണമാണ്. കാരണം കൽബിന്റെ ശുദ്ധീകരണം ഇല്ലെങ്കിൽ, ഈമാൻ ഇല്ലെങ്കിൽ മറ്റൊന്നും സ്വീകരിക്കപ്പെടാത്തത് കൊണ്ട്. പക്ഷേ ഈ ശുദ്ധീകരണം ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത്, ഈ ശുദ്ധീകരണം മൻ സൂഫി തരീഖത്ത് വരുന്നുണ്ട്. സൂഫി എന്ന് പറഞ്ഞാൽ മൻ സഫാ ബാത്തിനുഹു വലാഹിറുഹു, അവന്റെ ബാത്തിനും ലാഹിറും ശുദ്ധിയാകണം. ഈ ശുദ്ധിക്ക് തസ്കിയത്ത് എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ സൂഫി എന്ന് അവനെ സംബന്ധിച്ചേ മാത്രമേ പറയുള്ളൂ. അവിടെ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞ കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ബി മുതാബഅതി കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി, അല്ലാഹുവിന്റെ കിതാബിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെയും പിൻപറ്റിക്കൊണ്ട്. സുന്നത്തിനും ഖുർആനും എതിരായി ഈ വെളിപാടുകളും സ്വപ്നങ്ങളുമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. പിഴച്ച തെരീക്കത്തുകാർ മുഴുവനും ആ രൂപത്തിലാണ് നീങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് യഥാർത്ഥ തെരീക്കത്ത് വിശദീകരിച്ചത് ബിമുതാബഅതി കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി, അല്ലാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തും പിൻപറ്റാനാ. ഇത് തന്നെ മറ്റൊരു ഭാഗത്തിൽ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ തന്നെ പറഞ്ഞു, അലാ നഹ്ജി സ്വഹാബത്തി വത്താബിഈൻ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ബിദ്അത്തിന്റെ നിർവചനത്തിൽ അസർ ഉൾപ്പെടുന്നത് പോലെ, അതല്ലെങ്കിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ അബുൽ ഹസൻ അശ്അരിയുടെയും അബൂ മൻസൂറിൽ മാത്രയുടെയും വിശ്വാസം ഉൾപ്പെടുന്നത് പോലെ സ്വഹാബത്തിന്റെ നഹ്ജും ഉൾപ്പെടും, താബീങ്ങളുടെ നഹ്ജും ഉൾപ്പെടും. അപ്പൊ ഖുർആനും ഹദീസും എന്ന് പറഞ്ഞിടത്ത് ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സാധാരണ മദ്ഹബിന്റെ വിഷയത്തിൽ പറയുന്നത് പോലെ ഖുർആനും സുന്നത്തും തന്നെയാണ് ആധികാരിക തെളിവ്. ഈ ഖുർആന്റെ സുന്നത്തിന്റെ കൂടെ സത്യത്തിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ ആചാരങ്ങൾ പെടും, താബീങ്ങളുടെ ആചാരങ്ങൾ പെടും. ഇത് മഹാന്മാര് വ്യക്തമായി പഠിപ്പിച്ചതാ. ഇതാണ് സത്യത്തിൽ തസവ്വുഫ് അല്ലെങ്കിൽ സൂഫിസം എന്ന് പറയുന്നത്. ഇതേ ഫത്ഹുർ റബ്ബാനി നോക്ക് നിങ്ങൾ. വേറൊരു ഇബാറത്തില് വഫീ ഇസ്തിലാഹിൽ ഖൗമി, ഖൗമിന്റെ ഇസ്തിലാഹ്, ഖൗം എന്ന് പറഞ്ഞാൽ ഇവരെ ഭാഷയിൽ സൂഫിയാക്കൾ എന്നാണ്. സൂഫിയാക്കൾ ഇസ്തിലാഹില് ശരീഅത്ത് എന്ന് പറഞ്ഞു തരീഖത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് ഈ ശരീഅത്തും തരീഖത്തും? അവർ വിശേഷിച്ചു ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഫിഇലുൽ മഅ്മൂറാത്തി വ തർക്കുൽ മൻഹിയാത്തി, മഅ്മൂറാത്തുകളെ ചെയ്യുക, മൻഹിയാത്തുകളെ പ്രവർത്തിക്കാതിരിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാ. ഇതാണ് ശരീഅത്ത്. ഖൗം പറയുന്ന തരീഫാണ്, സൂഫിയാക്കൾ പറയുന്ന വാക്കാണ്. അവിടെ ശരീഅത്തിന് ഈ അർത്ഥം പറഞ്ഞപ്പോൾ മഹാന്മാർ പറഞ്ഞു തരീഖത്ത് എന്ന് പറഞ്ഞാൽ മഅ്മൂറാത്തുകളെ സ്വീകരിക്കുന്നതിന്റെ പുറമെ മൻഹിയാത്തുകളിൽ മാറി നിൽക്കുന്നതിന്റെ കൂടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഫ്ആലുകൾ, അവിടുത്തെ ചര്യ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിപൂർണമായി പിൻപറ്റാൻ ശ്രമിക്കുക. പരിപൂർണമായി പിൻപറ്റാൻ ആർക്കും കഴിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നതിനേക്കാണ് തരീഖത്ത് എന്ന് പറയുന്നത്. മഅ്മൂറാത്തുകൾ ചെയ്യുക, മൻഹിയാത്തുകൾ മാറി നിൽക്കുന്നതിനാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തൊരു സുഖമാണ്. പരിപൂർണ ഇസ്ലാമതം മൻഹിയല്ലെങ്കിൽ പോലും, മഅ്മൂറായ കാര്യമല്ലെങ്കിൽ പോലും ഏത് കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കണം. വഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇതാണ് തരീഖത്ത്.
അതാണ് അതുക്കിയലും പറഞ്ഞത് അഹ്ദും ബി അഹ്വത, സൂക്ഷ്മത പാലിക്കലാണ്. ഈ തരീഖത്താണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. മഹാന്മാരായ മശായിഖന്മാർ തന്നെയും നിർദ്ദേശിച്ചിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മഹുല്ലാ തസൗഫിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതെന്താ? തസൗഫ് എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അൻ തജറുദിൽ ഖൽബി ലില്ലാഹി തആല. ഒരു പടി മുന്നോട്ട്. ഇബാറത്തുൻ അൻ തജറുദിൽ ഖൽബി ലില്ലാഹി തആല, അവന്റെ കൽബിൽ അല്ലാഹു അല്ലാതെ മറ്റൊന്നും ഇല്ല. ഇതിനെ വിശേഷിച്ചു. എന്താണ് ഈ പറയുന്നത്? അല്ലാഹു അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുകൊണ്ടാ ഈ വഹദത്തുൽ വുജൂദ് എന്ന് പറയുന്ന ആ സിദ്ധാന്തമാണോ? എല്ലാം അല്ലാഹു ആണെന്ന് പറയുന്ന തെറ്റായ വിശ്വാസമാണോ? അല്ല. കൽബിൽ അല്ലാഹുവിനെ മാത്രം കാണുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ പടച്ച തമ്പുരാന്റെ പ്രീതി അല്ലാതെ മറ്റൊന്നുമില്ല. ഹറക്കാത്ത് സകനാത്തുകൾ മുഴുക്കെ അല്ലാഹു തആലാന്റെ പ്രീതിക്ക് വേണ്ടിയാവുക. എത്രത്തോളം അവന് സ്വന്തമായി ഒരു പ്രീതി ഇല്ല. സ്വന്തം ശരീരത്തിന്റെ പ്രീതി പോലും അവനക്ക് പ്രശ്നമല്ല. അല്ലെങ്കിൽ മറ്റൊരാളെ പ്രീതിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കില്ല. അല്ലാഹു അല്ലാത്തത് മുഴുവനും അത് ഒന്നും അല്ല. അള്ളാഹു ആണ് ഈ കാണുന്നതെല്ലാം എന്ന അർത്ഥത്തിലല്ല. ഇവിടെ കാണുന്ന ചാണകക്കട്ടയും അള്ളാഹു ആണ്, ഇവിടെ കാണുന്ന ചത്ത പന്നിയും അള്ളാഹു ആണെന്ന ആ വഹദത്തുൽ വുജൂദ് അല്ല. മറിച്ച് എല്ലാം അല്ലാഹു തആലാന്റെ പ്രീതിക്ക് വേണ്ടി അവൻ ചലിക്കുന്നുവെങ്കിൽ, അവൻ സംസാരിക്കുന്നുവെങ്കിൽ, അവൻ ചിന്തിക്കുന്നുവെങ്കിൽ, അവൻ നയാ പൈസ ചെലവഴിക്കുന്നുവെങ്കിൽ പടച്ച തമ്പുരാന്റെ പ്രീതിയിൽ കവിഞ്ഞ് മറ്റൊന്നും അതിലില്ല. ഈ ഒരു അവസ്ഥക്കാണ് തസൗഫ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാ. റിസാലത്തുൽ ഖുശൈരിയെ നോക്ക് നിങ്ങൾ, അവിടെയും പറഞ്ഞു ഇതേ ഇബാറത്ത്. എന്ത്? തസവൂഫ് എന്ന് പറഞ്ഞാൽ ഇൽമുൻ തുഅറഫു ബിഹി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസി വ തസ്ഫിയത്തിൽ അഖ്ലാഖ്. കൽബുകളെ മാത്രമല്ല, ശരീരത്തിനെയും അവന്റെ സ്വഭാവങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കണം. അവിടെ പറഞ്ഞു വാഹിറും ബാത്തിനും പരിപാലിക്കണം. ലിനൈലി സഅദത്തിൽ അബദിയ്യ, ശാശ്വതമായ വിജയം ലഭ്യമാക്കേണ്ടതിന് വേണ്ടി. ഈ തരീഖത്തിനെ, സത്യത്തിൽ ഈ തസവൂഫിനെ ലോകത്തൊരു കുട്ടിക്കും എതിർക്കാൻ കഴിയില്ല. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞതും വയുസക്കീഹിം വയല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് തസ്കിയത്ത് നൽകണം. മുഹമ്മദ് നബിയോട് പോലും നോക്ക് നിങ്ങൾ, ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് നബിയോട് തസ്കിയത്ത് നൽകാൻ കൽപ്പിച്ചപ്പോ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ തസ്കിയത്ത് നൽകുമ്പോ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. മുഹമ്മദ് നബിയുടെ തസ്കിയത്ത് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്, വെളിപാടല്ല. ഖുർആനോടും സുന്നത്തിനോടും എതിരായ സ്വപ്നമല്ല. ഖുർആനോടും സുന്നത്തിനോടും എതിരായ ഇൽഹാമല്ല. ഖുർആനോടും സുന്നത്തിനോടും എതിരായ ഒരു മുശാഹദയുമല്ല. അതുകൊണ്ട് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും കാഴ്ചപ്പാടില്ല ഇവിടെ നടക്കുന്ന തസ്കിയത്ത്. അതാണ് ഇസ്ലാം അംഗീകരിച്ച തസ്കിയത്ത്. മശായിഖന്മാര് മുഹിയുദ്ദീൻ ശൈഖ് അടക്കം, റഈസു സൂഫിയ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അടക്കം മഹാന്മാര് പഠിപ്പിച്ചത് മുഴുവനും ആ തസ്കിയത്താണ്. ഇത് അടിവരയിട്ട് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇതിൻ്റെ അപ്പുറത്തേക്ക് വൈദിപ്പോയാൽ നമുക്കത് സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചോ, ഈ വിഷയം ഒന്നോ രണ്ടോ ഇബാറത്ത് വായിച്ച് മനസ്സിലാക്കേണ്ടതല്ല. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി വളരെ വ്യക്തമായി ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അലാ അന്നഹും അജ്മഉ. അതിനു മുമ്പ് കുറേ ഇബാറത്ത് അബുൽ ഹസൻ ഷാദിലിൻ്റെതും അഹ്മദുൽ കബീർ റിഫായിയുടേതും ബഹുമാനപ്പെട്ട ബഹാഉദ്ദീൻ നഖ്ശബന്ദിന്റെ ഇബാറത്ത് വായിച്ചതിന് ശേഷം ഇബാറത്ത് ഞാൻ വായിക്കാം. ഇദാ തആറദ കശ്ഫുക മഅൽ കിതാബി വസ്സുന്നഹ്, നിന്റെ കശ്ഫ് അത് ഖുർആനും സുന്നത്തിനോടും എതിരാണെങ്കിൽ, ഖുർആനും സുന്നത്തിനോടും എതിരാണെങ്കിൽ ഫതമസ്സക് ബിൽ കിതാബി വസ്സുന്നഹ്, നീ ഖുർആനും സുന്നത്തുമാണ് സ്വീകരിക്കേണ്ടത്. വദഇൽ കശ്ഫ, ആ കശ്ഫ് വലിച്ചെറിയണം. അബുൽ ഹസൻ ഷാദിലി റഹ്മത്തുള്ളാഹി പറഞ്ഞതാ, അഖ്താബുൽ അർബഅത്തിൽപ്പെട്ട മഹാനാണെന്ന് അഭിപ്രായമില്ലേ? ഖുർആനോടും സുന്നത്തിനോടും എതിരാണെങ്കിൽ കശ്ഫ് വലിച്ചെറിയണം. മാത്രമല്ല
ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദിലി അതിന്റെ കാരണങ്ങളും അവിടെ വിശദീകരിച്ചു. ഞാനിപ്പോൾ അത് വായിക്കുന്നില്ല, നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട ഇമാം ഷെഹറാനിന്റെ തബക്കാത്ത് 5-ാം വാല്യം 7-ാമത്തെ പേജിലാണ്. അവിടെ ഇമാം ഷെഹറാനി പറഞ്ഞ ഒരു ഇബാറത്താണ് എൻ്റെ ഉദ്ദേശം. അല അന്നഹും അജ്മഉ, മശായിഖൽമാര് മുഴുവനും ഇജ്മാ ആണ്. അല അന്നഹു ലാ യംബഗിൽ അമലു ബിൽ കശ്വി വലൽ ഇൽഹാമി, കശ്വ് കൊണ്ടും ഇൽഹാം കൊണ്ടും അമൽ ചെയ്യാൻ പറ്റില്ല. വൽ മുശാഹദത്തി, മുശാഹദ കൊണ്ടും അമൽ ചെയ്യാൻ പറ്റില്ല. ഇല്ലാ ബഅദ അർളിഹി അൽ കിതാബി വസ്സുന്ന, ഖുർആനോടും സുന്നത്തിനോടും തട്ടിച്ചു നോക്കിയിട്ടല്ലാതെ. ഖുർആനോട് സുന്നത്തിനോടും മുഖാലിഫാണോ മുവാഫിക്കാണോ എന്ന് പരിശോധിക്കണം. ഖുർആനോട് സുന്നത്തിനോട് മുവാഫിക്കാണെങ്കിൽ ഓക്കെ, അത് സ്വീകരിക്കണം. നേരത്തെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ഖുർആനോട് സുന്നത്തിനോട് മുവാഫിക്കാണോ കറക്റ്റ്, ഖുർആനോട് സുന്നത്തിനോട് മുവാഫിക്കല്ലെങ്കിൽ വലിച്ചെറിയണം എന്ന് മശായിഖൽമാര് 1, 2, 10 ആളുകളല്ല, മശായിഖൽമാരെ ഇജ്മാ ആണ്. തബക്കാത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. തബക്കാത്തുൽ കുബ്ര ഇമാം ഷെഹറാനിന്റെ 5-ാം വാല്യം 7-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. നാം ചിന്തിക്കണം, ഈ തരീഖത്ത് നമ്മൾ ആവശ്യമാണ്. ഈ തസ്കിയത്തും തസൗഫും അനിവാര്യമാണ്. ഇത് എതിർക്കുന്നത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ്. മുസ്ലിമീങ്ങൾ അതിനെ എതിർക്കില്ല. അതുകൊണ്ട് തരീഖത്തിന് നമ്മൾ എതിർക്കുന്നത് ചിന്തിക്കരുത്. നമ്മൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ഖുർആന്റെയും സുന്നത്തിന്റെയും കാഴ്ചപ്പാടിലല്ലാതെ. നേരത്തെ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഖുർആനോടും സുന്നത്തിനോടും എതിരായ ബിദ്അത്ത്, ഖുർആനോട് സുന്നത്തിനോടും എതിരായ കാര്യം അതാണ് വിദേഹത്ത് മതുമോത്ത്. അതേപോലെ തന്നെ തരീഖത്തും ഖുർആനോട് സുന്നത്തിനോടും എതിരാണോ വലിച്ചെറിയണം. ഖുർആനോട് സുന്നത്തിനും അനുകൂലമാണോ നമുക്കൊരു പ്രശ്നവും അതിലില്ല. പ്രശ്നമല്ല എന്നല്ല, നമുക്കത് അംഗീകരിക്കണം, അത് മഖ്ബൂല. ബിദ്അത്തിന്റെ അതേ സ്വഭാവം തന്നെയാണ് തരീഖത്തിനെ സംബന്ധിച്ചും അതിൻ്റെ മശായിഖൽമാർ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തു നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പഠിച്ചു കാണുന്ന തരീഖത്തുകൾ മുഴുവനും ഈ ഖുർആനെയും സുന്നത്തിനെയും വളരെ നിസ്സാരമായി കാണുന്നവരാ. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയം ഇല്ലാത്തത് കൊണ്ട്. ഇതുകൊണ്ട് ഈ വിഷയം പറയുമ്പോൾ ഒന്ന്, തരീഖത്ത് മോശമാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ധാരണ വരാൻ പാടില്ല. എല്ലാ തരീഖത്തും സ്വീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്താനും പാടില്ല. ജനം നമ്മളെയാണ് ഉറ്റുനോക്കുന്നത്. നമ്മൾ പോകുമ്പോൾ ഒരു മഹല്ലത്തിലൊരു പണ്ഡിതൻ, ആ മഹല്ലത്തിലെ ആളുകളെ നേതാവ് അദ്ദേഹമാണ്, മുത്തബ ആ പണ്ഡിതനാണ്. അയാൾ പോകുമ്പോൾ ബാക്കിയുള്ളവരും പോകും. നമ്മൾ ഉസ്താദ് പോയിട്ടുണ്ട് എന്നാണ്, നമ്മൾ സുന്നത്തമായത്ത് അങ്ങനെ പഠിപ്പിച്ചു നേരത്തെ, അല്ലെങ്കിൽ സുന്നത്തമായത്ത് അങ്ങനെയാണ്, മഹാന്മാരെ പിൻപറ്റുക എന്നാണ്. അപ്പോൾ ഓരോ മഹല്ലത്തിലും ഉള്ള ഖാളി അവിടുത്തെ ഉസ്താദ്, അവിടുത്തെ മുത്തബയാണ്, അവിടുത്തെ സാധാരണക്കാരൻ അയാളെയാണ് പിൻപറ്റുന്നത്. അതുകൊണ്ടാണ് ഇമാം ഷെഹറാനിയെ തന്നെ തുടർന്ന് പറഞ്ഞു, നിങ്ങളൊരു ശൈഖിനെ കാണും, അല്ലെങ്കിൽ ശൈഖാണെന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനെ, അയാൾ ഒരുപക്ഷെ ഹവയിലൂടെ പാറുന്നുണ്ടാകും. രോഗം മാറുക മാത്രമല്ല ഹവയിലൂടെ പാറുന്നുണ്ടാകും. പക്ഷേ സ്വീകരിക്കാൻ പാടില്ല. അതിലപ്പുറം എന്ത് കറാമത്ത? ഹവയിലൂടെ പാറുന്നതിലപ്പുറം സ്വീകരിക്കാൻ പാടില്ല. എന്തേ കാരണം? ഖുർആനോടും സുന്നത്തിനോടും യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. യോജിക്കുന്നില്ലെങ്കിൽ അയാളെ സ്വീകരിക്കാൻ പാടില്ല. നമ്മുടെ വിഷയം അവിടെ യോജിക്കുന്ന മശായിഖ് ഇന്ന് പേരെടുത്ത് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള 4-5 എണ്ണം അത് മുഴുവനും ഖുർആനോടും ഹദീസിനോടും എതിരാ. സുൽത്താന്റെ പാർട്ടി ആലുവ തരീഖത്തുകാരെ നമുക്കറിയാം, ഖുർആൻ തന്നെ അട്ടിമറിച്ചവരാ. അവരെ സിൽസിലയിൽ നമ്മൾ കണ്ടതാണ്. നമ്മുടെ കൈവശത്തില്ല, ഞാനതൊന്നും ഇപ്പോൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗ ദർശനം കാണിക്കുന്ന ആ ഗ്രന്ഥം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതാ. മുത്തഖീങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ആ ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാ. മുത്തഖീങ്ങളെ സന്മാർഗം പരിശുദ്ധ ഖുർആനിലാണുള്ളത്. അവരുകൊണ്ട് ജഫറിലാണുള്ളത്. ഈ ജഫർ നോക്കിയിട്ടാണോ ഈ കാലം വരെയുള്ള മുസ്ലിമീങ്ങൾ മാർഗദർശനം കണ്ടത്, ഹിദായത്ത് ലഭിച്ചത്? അതിനാര് പറയുന്നു, അത് അവസാന കാലത്ത് ഇമാം മഹ്ദി വരും, അയാളാണ് വായിക്കൂല, ആയക്കറഹില്ല, അയാളല്ലാതെ യഥാർത്ഥത്തിൽ വായിക്കൂല. മഹ്ദി വന്നിട്ട് മതിയോ നമുക്ക് നിസ്കാരം? ഹിദായത്ത് മഹ്ദി വന്നിട്ട് മതിയോ ഒരു മനുഷ്യന് പറയാൻ കഴിയോ? ശൈഖ് പിന്നല്ലേ. അതിനവർ പറഞ്ഞു, ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ഇബ്നു അറബി അദ്ദേഹത്തിന്റെ ഇശാരിയായ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, പച്ചക്കള്ളമാണ്, 100% കളവ്. ഇബ്നു അറബി പറഞ്ഞിട്ടില്ല.
ഇബ്നു അറബി പറഞ്ഞിട്ടില്ല. ഇബ്നു അറബി പറഞ്ഞത് ആ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അത് സമ്പൂർണമാണ്. തിബിയാനുൽ കുല്ലി ഷൈഇൻ സമ്പൂർണമാണ്. ആ സമ്പൂർണമാണ് എന്നതിലേക്ക് ജഫർ എന്ന ഗ്രന്ഥത്തിലൊരു സൂചനയുണ്ടെന്ന അൽ മൂമ ഇലൈഹാ ബിൽ ജഫരി, സമ്പൂർണമാണ് സൂറത്തുൻ കാമില എന്നതിലേക്ക് ജഫർ എന്ന ഗ്രന്ഥത്തിലൊരു സൂചനയുണ്ടെന്ന ഇവര് പറഞ്ഞത് അങ്ങനെയല്ല. നാലിക്കൽ കിതാബു ജഫറാണെന്ന നമ്മൾ പറഞ്ഞ അർത്ഥം അല്ല. അവിടെയാണ് രസം. ഈ സിൽസിലന്റെ അർത്ഥം അവന്മാര് തന്നെ അവര് ഇറക്കിയ നോട്ടീസിൽ പറഞ്ഞു താലിക്കൽ കിതാബു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഫറാണ്. ആ നോട്ടീസും നമ്മുടെ കയ്യിലുണ്ട്. ഇബ്നു അറബി അത് പറഞ്ഞിട്ടില്ല. ഇബ്നു അറബിന്റെ പേരിൽ പച്ചക്കള്ളം പറയുകയാണ്. അങ്ങനെ ഒരു ഭാഗം നോക്ക് നിങ്ങൾ. നൂരിശക്കാര് പരസ്യമായി പറഞ്ഞു സലാത്ത് ചെല്ലുന്ന പ്രശ്നം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണം. ആ പ്രശ്നം നേരത്തെ സമസ്ത ജമിയത്തിലോ പറഞ്ഞതാണ്. അതിന് മറുപടി എഴുതി അവർ പുസ്തകത്തിൽ. ആ പുസ്തകത്തിൽ അവർ പറഞ്ഞത് സ്വലാത്ത് ചെല്ലലാണ് ഭക്തിയും സൂക്ഷ്മതയും. മുഹമ്മദ് ബിന്റെ പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും സലാത്ത് ചെല്ലലാണ് സൂക്ഷ്മത ഭക്തിയും. പക്ഷേ ഈ സൂക്ഷ്മതയും ഭക്തിയുമാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഈ സൂക്ഷ്മക്കും ഭക്തിക്കും എതിരാണ് നമ്മളെ ശൈഖ് പറയുന്നത്. അതുകൊണ്ട് ശൈഖ് പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത്. നമ്മൾ അതേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മശായിഖന്മാരുടെ ഇജ്മാഇന് എതിരാണ്. ഓല പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അതോട് ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കും. ഈ രീതിയിൽ മഹാന്മാർ പഠിപ്പിച്ച ആശയത്തിന് മുഴുവനും എതിരായി പുതിയത് കണ്ടുപിടിക്കുന്നൊരു കാഴ്ചപ്പാട് ഇൽഹാമോ ഗസ്ബോ എന്ന് പറഞ്ഞാലും വിരോധമില്ല. പക്ഷെ പുതിയത് പുതിയതല്ല. നിങ്ങൾ ചോദിക്കും ലദുന്നിയ ഇൽമില്ലേ? ലദുന്നിയ ഇൽമ ഖുർആൻ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാം ലദുന്നിയ ഇൽമ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല. ലദുന്നിയ ഇൽമ ലഭിക്കണമെങ്കിൽ അതിന് ചില കണ്ടീഷൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു. സൂറത്തുൽ ബഖറയിൽ വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. സൂക്ഷ്മത പാലിക്കുന്നവർ എന്നാൽ ഹൃദയത്തിൽ നിന്ന് കുഫ്രിയത്തിനെ മരിപ്പിക്കലാണ്. അയാൾ പറഞ്ഞ പ്രസംഗ കേട്ടുകൊണ്ടിരിക്കുന്നൊരു സഖാബി സ്ഥലത്തുണ്ടാവും അയാൾ. കാരണം നേരത്തെ അയാളെ കൂടെ ആയിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന അയാൾ പേരിപ്പോൾ ഞാൻ പറയുന്നില്ല. അയാൾ പ്രസംഗം കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്തു ഉസ്താദെ ഇമാത്തത്ത് എന്നാണ് അവിടെ ഉള്ളത്. ഇമാത്ത എന്നുള്ള താ അല്ല. അപ്പോഴാണ് അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഫസ്റ്റിൽ അങ്ങനെ പറഞ്ഞു. പിന്നെ അതിൻ്റെ പരമ്പര ഞാൻ പറയുന്നില്ല. പണ്ടൊരു എഞ്ചിനീയർ ഒപ്പരം കൂടി സദ്ദാം ഹുസൈന് ഭരണം നടത്തുമെന്നും സദ്ദാം ഹുസൈൻ ഇവിടെ ജീവിക്കുമെന്നും പ്രസംഗിച്ച് ഹദീസ്. അന്ന് അയാൾ പറഞ്ഞു ഈ മുലിയാമാരൊന്നും ഈ ഹദീസ് കാണാത്തതിലേക്ക് അത്ഭുതം തോന്നുന്നോ, അയാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ സദ്ദാം ഹുസൈൻ കൊന്നുപോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ ഒരു ഹദീസാണെങ്കിൽ ഇന്ന് ഇസ്ലാമത്തിൻ്റെ സ്വഭാവം എടുത്തായിരുന്നു. മറ്റുള്ള ആളുകൾ പറയില്ലേ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടായിട്ട് പച്ചയായി ആ സദ്ദാം ജീവിക്കുമെന്നും ഭരണം നടത്തുമെന്നും ഒരു ഹദീസ് മുഹമ്മദ് നബി പറയാ. എന്നിട്ട് ആ ഹദീസിൻ്റെ എതിരിൽ ഈ സദ്ദാമിനെ കൊല ചെയ്താൽ പിന്നെ ഇസ്ലാമത്തിന് അഡ്രസ് ഉണ്ടാകുമോ? ഈ ജാതിൻ്റെ കൂടെ കൂടിയാൽ ഉണ്ടാകുന്ന അപകടം അതാ. അത്ര എപ്പോൾ ഞാനതിനെപ്പറ്റി പറയുന്നുള്ളൂ. പിന്നെ പറഞ്ഞു ഇമാമത്തുൽ അദാനി തരീഖ് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് കുഫ്രിയത്തിനെ നീക്കലാണ്. ഹൃദയത്തിൽ നിന്ന് കുഫ്രിയത്തിനെയും ലോകമാന്യത്തിനെയും മോശമായ സ്വഭാവങ്ങളെ നീക്കലാണ് എന്നാണ് എൻ്റെ ഷെയ്ഖ് മുഖ്താർ പറഞ്ഞത്. പണ്ടുള്ള അലിമികൾക്കൊന്നും അത് തിരിയാതെ പോയതിൽ ഞാൻ വേദനിക്കുന്നു. അപ്പോഴും വേദന. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒറ്റ കാര്യം, ഹൃദയത്തിലുള്ള കുഫ്രിയത്തും മോശമായ ചിന്താഗതിയും നീക്കലാണ് ഇമാത്തത്തുൽ അദാനി തരീഖ് എന്നതിൻ്റെ അർത്ഥമെങ്കിൽ അത് ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തതാവണം. അതിനാഹ ഇമാത്തത്തുൽ അദാനി തരീഖ് എന്നാണ് ഹദീസുള്ളത്. അതെങ്ങനെ താഴെ വരുന്നത്? ഈ മഹത്തായ സ്വഭാവം ഹൃദയത്തിൽ ഉണ്ടാക്കുകയും റിയാ അടക്കമുള്ള കുഫ്രിയത്തടക്കമുള്ള ബിദഅത്തടക്കമുള്ള മോശമായ ചിന്താഗതികൾ നീക്കലാണ് എന്ന് ഈ ഹദീസിന് അയാൾ ഉസ്താദ് മുഖ്താർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ശരിയാണെങ്കിൽ ഇതെങ്ങനെ അതിനാഹ ഇമാത്തത്തുല്ലത എന്ന 70 അതിനെയാകുക ഊലയാവണ്ടേ? ഒന്നാമത്തതാവണ്ടേ? 2. മൂന്നാമത്തത് ഈ പദം ആ ഹദീസിൽ മാത്രമല്ല ഖുർആനിലും ഹദീസിലും കാണാവുന്നതാണ്. ഇമാം നബവിയും ഹഫീദ് ഇബ്നു അസ്കാരിയും വെറുതെ പറയില്ല. അമീതു അൻഹുൽ അദാ എന്ന് ഹദീസ് തൊട്ട് അപ്പുറത്തുണ്ട് ബുഖാരിയിൽ തന്നെ. അഖീഖന്റെ ബാബു വന്നപ്പോൾ കുട്ടിൻ്റെ മുടി കളയണമെന്നാണ് പറഞ്ഞത്. 7ാമത്തെ ദിവസത്തിൽ നിങ്ങൾ അറിവ് നടത്തണം. അമീതു അൻഹുൽ അദാ, ആ കുട്ടിൻ്റെ അത നീക്കണമെന്ന ഈ വെച്ച അർത്ഥം അവിടെ വെച്ചാൽ കുട്ടിൻ്റെ കൽബ് അന്ന് തന്നെ ശുദ്ധീകരിക്കണമെന്നാവൂലേ? കീറി മുറിക്കേണ്ടി വരൂലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കുട്ടിക്ക് ഇത് കഴിയോ?
യസ്അലൂനക അനിൽ മഹീദി ഖുൽ ഹുവ അദൻ ഖുർആൻ പറഞ്ഞതാണ്. ഇവിടെ അദൻ എന്ന മാലിന്യം എന്നെയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും ഈ അർത്ഥം അല്ല. ഇതൊക്കെ കണ്ടിട്ടാണ് മഹാന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവർന്ന് പുറത്തേക്ക് ചാടിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും സ്വയം വിദ്യാർത്ഥി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് അപകടമാണ്. ഈ അപകടമാണ് എല്ലാ പടച്ച ദരീഖത്തിനും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു.